വയനാട് ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാത്ത ആളുകളുടെ സംസ്കാരം വയനാട് പുത്തുമലയിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് 30 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് സംസ്കരിക്കുന്നത്. വിജിൻ വായാന്തോടിലേക്ക് പോകുന്നു. വിജിൻ, എങ്ങനെയാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? സംസ്കാര ചടങ്ങുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 31 പൂർണ്ണമായിട്ടുള്ള മൃതദേഹങ്ങളും ഒപ്പം തന്നെ 158 ശരീരഭാഗങ്ങളുമാണ് ഇന്ന് സംസ്കരിക്കുന്നത്. അതിനുള്ള അവസാനഘട്ട നടപടികളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നേരത്തെ തന്നെ ഓരോ ആംബുലൻസുകളിൽ, ഓരോ ഗ്രൂപ്പുകളായുള്ള ആംബുലൻസുകളിൽ എത്തിയ ശരീരഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ ഒക്കെ അവിടെ കൃത്യമായി നമ്പറിട്ട് കൃത്യമായ കണക്കുകൾ ഒക്കെ വെച്ചുകൊണ്ടാണ് മൃതദേഹത്തിന് സമാനമായ രീതിയിൽ അതിന് നൽകുന്ന ആദരവോടുകൂടി പൂർണ്ണമായും സർക്കാരിൻ്റെയും ഒപ്പം തന്നെ പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണറും ഒക്കെ നൽകിക്കൊണ്ട് സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അവസാനത്തെ ആംബുലൻസ് വാഹനങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ ഉള്ള 20 ശരീരഭാഗങ്ങൾ കൂടി ഇവിടത്തേക്ക് എത്തിച്ച് അതിനുള്ള ആചാരങ്ങൾ ഒക്കെ നടത്തി ഈ 3 മതങ്ങളുടെയും പ്രാർത്ഥനകൾ ഒക്കെ പൂർത്തീകരിച്ച് കഴിയുന്നതോടുകൂടി ആ മൃതദേഹങ്ങൾ കൂടി സംസ്കരിക്കും. അതോടെ കൂടി ഇന്നത്തെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമാകും. എന്തായാലും ആദ്യഘട്ടത്തിൽ ഏകദേശം 3:40 കൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. മന്ത്രിമാരായ കെ രാജൻ, ഒപ്പം തന്നെ AK ശശീന്ദ്രൻ, ഒപ്പം MP രാജേഷ്, KN ബാലഗോപാൽ, ഒപ്പം തന്നെ കേളു മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒക്കെ എത്തി ആണ് ഈ അവസാനത്തെ മൃതദേഹങ്ങൾക്ക് ഒക്കെ ആദരവ് അർപ്പിച്ചത്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ആദരവ് നൽകിയത്. അതിനുശേഷം ഈ ഗാർഡ് ഓഫ് ഓണറും അതുപോലെ തന്നെ പ്രാർത്ഥനയും ഒക്കെ നടത്തിയ ശേഷം ഈ 3 മതങ്ങളും ചേർന്നുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തിയ ശേഷമാണ് ഓരോ മൃതദേഹങ്ങളായി വളണ്ടിയർമാർ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ സംസ്കരിച്ചത്. അല്പസമയം മുമ്പാണ് ഈ പുത്തുമലയിൽ മഴ പെയ്തത്. അതിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയായി തന്നെ ഇപ്പോൾ തുടരുകയാണ്. മണ്ണ് കിളച്ച ഭാഗങ്ങൾ ഒക്കെ പൂർണ്ണമായും ചളിയായി ഈ വളണ്ടിയർമാർക്ക് നടന്നു ചെല്ലാനും ഒക്കെ വലിയ തരത്തിലുള്ള പ്രയാസം നേരിടുന്നൊരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഇപ്പോഴും ആ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. വളണ്ടിയർമാരായുള്ള ആളുകൾ ഉണ്ട്. ഒപ്പം തന്നെ മറ്റ് 4 ആംബുലൻസുകളിലായി എത്തിച്ച ബാക്കി ശരീരഭാഗങ്ങളും ഇപ്പോൾ നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൂടി ഈ മുകളിലത്തെ ടേബിളുകളിലേക്ക് എത്തിച്ച ശേഷം അവിടെ നിന്നാണ് ഈ ആചാരപരമായ കാര്യങ്ങൾ ഒക്കെ നടത്തി 3 മതങ്ങളുടെയും പ്രാർത്ഥനയും ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഔദ്യോഗിക സംസ്കാരത്തിനുള്ള ഔദ്യോഗിക കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഇവിടത്തേക്ക് എത്തിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്തുക. അതിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി മറ്റൊന്നുള്ളത് ഈ DNA പരിശോധനയും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും ഒക്കെ പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായി ഉള്ള അതിൻ്റെ ക്രമ നമ്പറുകൾ ഓരോ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്തും രേഖപ്പെടുത്തുന്നുണ്ട്. അതൊരു ഈ കോൺക്രീറ്റ് കുറ്റികളിൽ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മഴ കാരണം അത്തരത്തിൽ രേഖപ്പെടുത്തുന്ന നമ്പറുകൾ മാഞ്ഞു പോകുന്നൊരു സാഹചര്യം ഒക്കെയുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ മഴ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സംസ്കാര പൂർത്തീകരിക്കാനുള്ള നടപടികളിലേക്കാണ് വളണ്ടിയർമാരും ഒപ്പം തന്നെ ജനപ്രതിനിധികളും ജില്ലാ കളക്ടറും പ്രാദേശിക ഭരണകൂടവുമൊക്കെ നടക്കുന്നത്. സർക്കാരിൻ്റെ ആദരവ് കൂടി നൽകിയാണ് ഇവരെ ഓരോരുത്തരെയും സംസ്കരിക്കുന്നത്. എന്തായാലും വലിയ ദുരന്തത്തിൽ അത് കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ദുരന്തത്തിൻ്റെ കാഴ്ചകൾക്കൊപ്പം അതിലേറെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് പുത്തുമലയിൽ നിന്നും കാണുന്നത്. നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ 2 ദിവസം കഴിയുമ്പോൾ പുത്തുമലയിലെ കഴിഞ്ഞ പ്രളയകാലത്തുണ്ടായ ദുരന്തത്തിൻ്റെ 5ാം വാർഷികമാണ്. ആ 5ാം വാർഷിക ദിനം എത്തുന്ന വേളയിൽ തന്നെയാണ് പുത്തുമലയിൽ ആ ദുരന്തം ഉണ്ടായതിൻ്റെ തൊട്ട് ഇപ്പുറത്തായി ഇങ്ങനെ ഒരു വലിയ ദുരന്തത്തിൻ്റെ സ്മാരകമായി ഇവരുടെ മൃതദേഹങ്ങൾ ഒക്കെ ഈ പറമ്പിൽ സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തും തൊട്ടപ്പുറത്ത ഭാഗത്തുമായിട്ടാണ് ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ചെറിയ ശരീരഭാഗങ്ങൾ മാത്രമാണ് ചിലതൊക്കെ ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങൾ നേരത്തെയൊക്കെ നൽകിയ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. ഒരു കുഞ്ഞിനോളം മാത്രം പൊതിക്കെട്ടുമായിട്ടാണ് വളണ്ടിയർമാർ ഒക്കെ ആ ശരീരഭാഗവും എടുത്ത് സംസ്കാര ചടങ്ങുകളിലേക്ക് എത്തുന്നത്. അവർ അങ്ങോട്ട് നടന്നു പോകുന്നത്. ഇപ്പോഴും ഈ ശരീരഭാഗങ്ങൾ സംസ്കരിക്കാനുള്ള കുഴികൾ JCB എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ ഭാഗത്തും ഈ ശരീരങ്ങൾ സംസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലും മറ്റൊരു കുഴിയെടുത്തുകൊണ്ട് JCB ഓപ്പറേറ്റർമാരും അത്തരത്തിൽ പൂർണ്ണമായും മഴയത്തും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ മുണ്ടക്കയിലും ഒപ്പം തന്നെ ചൂരൽമലയിലും ഒക്കെ നമ്മൾ കണ്ടതുപോലെ
അതിസാഹസികമായ ഒരു പ്രവർത്തനത്തിലാണ് ഈ മഴ നിറഞ്ഞ സാഹചര്യത്തിൽ ഈ വളണ്ടിയർമാർ ഒക്കെ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. കാരണം ആ തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്പം മുമ്പാണ് ഈ മണ്ണ് ഒക്കെ മാന്തി ഇവിടെ ചെളി നിറഞ്ഞത് മഴ പെയ്തതിനെ തുടർന്ന്. ആ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നത് കൊണ്ട് നന്നേ പ്രയാസപ്പെട്ടാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തൊട്ട് മുകളിലായി സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഓരോ ശരീരഭാഗങ്ങളും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് സർക്കാർ ഉദ്യോഗസ്ഥരെ ഓരോ ഈ ശരീരഭാഗവും കൃത്യമായി നമ്പർ പതിച്ച് നൽകി ആ നമ്പറുകൾ എടുത്ത് ഈ സംസ്കാരത്തിനുള്ള അടുത്തേക്ക് കുഴികൾക്ക് അടുത്തേക്ക് എത്തി ആ കല്ലുകളിൽ നമ്പറിടുന്ന പ്രവൃത്തിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2 തവണയൊക്കെ നമ്പർ ഇടുകയാണ്. ഒപ്പം തന്നെ ഈ DNA നമ്പർ ഈ പോസ്റ്റ്മോർട്ടം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഓരോ ശരീരഭാഗങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ള നമ്പർ ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തുക തന്നെ വേണം. കാരണം ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ബന്ധുക്കളോ മറ്റാരെങ്കിലുമോ ഈ ശരീരം തിരിച്ചറിയാനോ ഏതെങ്കിലും തരത്തിലുള്ള പരാതിയോ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായാൽ അത് കൃത്യമായി മനസ്സിലാക്കുവാനും അവർക്ക് ഇത് ഈ ശരീരമാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് അത്തരം കൃത്യമായ പോസ്റ്റ്മോർട്ടം നടപടികളും DNA പരിശോധനകളും ഒക്കെ പൂർത്തിയാക്കണം എന്ന് സർക്കാർ തന്നെ നിർബന്ധം പിടിച്ചത്. മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികളും DNAയും പൂർത്തിയാക്കിയ ശേഷം മാത്രമേ സംസ്കാരത്തിലേക്ക് കടക്കാവൂ എന്ന നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു വേദന കാഴ്ച തന്നെയാണ് ഈ ഭാഗത്ത് കാണുന്നത്. ആരാണെന്ന് അറിയാത്ത ശരീരഭാഗങ്ങളാണ് ഇവിടെ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സംസ്കരിക്കുന്ന വേളയിലും ഇവിടെ കൂടുന്ന ആളുകളും ഒക്കെ അവരുടെ പ്രിയപ്പെട്ട ആരോ മരണമടഞ്ഞ് സംസ്കരിക്കുന്നതിന് സമാനമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഓരോ ഭാഗത്തും കാണുവാൻ കഴിയുന്നത്. എന്തായാലും ഇനിയും തിരിച്ചറിയാനുള്ള മൃതശരീരങ്ങൾ ഉണ്ട്. ഇന്ന് ഉൾപ്പെടെ മൃതശരീരങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇനി തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ ആളുകളെ കണ്ടെത്തും. അത്തരത്തിൽ വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും പലയിടങ്ങളിലും അതായത് ഒപ്പം തന്നെ ചൂരൽമലയിലുമൊക്കെ വലിയ തരത്തിലുള്ള പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. മണ്ണിനടിയിലും ചെളിക്കടിയിലും ഒപ്പം തന്നെ ഈ പാറക്കെട്ടുകൾക്ക് അടിയിലും ഒക്കെയായിട്ടാണ് മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ പരിശോധനയും തിരച്ചിലും ഒക്കെ നടത്തുന്ന വേളയിൽ കൂടുതൽ മൃതദേഹങ്ങളോ ശരീര അവശിഷ്ട ഭാഗങ്ങളോ ഒക്കെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റൊരു പ്രദേശത്തേക്ക് ഇപ്പോൾ ഹാരിസൺ മലയാളം നൽകിയ ഭൂമിയിലാണ് പഞ്ചായത്ത് ഇങ്ങനെയൊരു ശ്മശാനം ഒരുക്കിയിട്ടുള്ളത്. ഇനി കൂടുതൽ ആളുകളുടെ ശരീരഭാഗങ്ങളോ മൃതശരീരങ്ങളോ ഒക്കെ കണ്ടുകിട്ടുന്ന സാഹചര്യമുണ്ടായാൽ കൂടുതൽ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് സ്ഥലങ്ങളിലേക്ക് ഈ മൃതശരീരം അടക്കം ചെയ്യാനുള്ള നടപടികളിലേക്കൊക്കെ കടക്കേണ്ടി വരും. എന്തായാലും വലിയ ദുഃഖം തളം കെട്ടിയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചത് കാണുന്നത്. ഈ രാഷ്ട്രീയവും മതവും ഒക്കെ മറന്നുകൊണ്ടുള്ള ഒരു സംസ്കാര ചടങ്ങുകൾ, ആരാണ് ഏത് മതത്തിൽപ്പെട്ട ആളാണ് എന്നൊന്നും അറിയാതെ അവർ കൃത്യമായി 3 മതങ്ങളുടെയും പ്രാർത്ഥനകൾ നടത്തി. അവർ ഒക്കെ ആ പ്രാർത്ഥനകളിൽ എല്ലാവരും പങ്കാളികളായി. ഈ ജാതിയും മതവും ഒന്നും നോക്കാതെ വളണ്ടിയേഴ്സ്, രാഷ്ട്രീയം നോക്കാത്ത ആളുകൾ ഒക്കെ ചേർന്ന് ഒരുമയോടെ ഈ പ്രിയപ്പെട്ടവരെ സംസ്കരിക്കുന്ന കാഴ്ചയാണ് അസിത ഇവിടെ കാണാൻ കഴിയുന്നത്. ശരി, വിജിൻ പറയുന്നത് പോലെ തന്നെ മൃതദേഹങ്ങളുടെ കൂട്ടസംസ്കാരം പുത്തുമലയിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നമ്മൾ ഇതേ കാഴ്ചകളിലൂടെ കടന്നു പോകുന്നു. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇതിൽ ആദ്യത്തെ 8 പേരുടെ സംസ്കാരം പൂർത്തീകരിച്ചത്. ഇന്നിപ്പോൾ വൈകുന്നേരം മുതൽ തന്നെ ആരംഭിച്ച നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇപ്പോഴും അവിടെ മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും ഒക്കെ സംസ്കരിക്കുന്ന നടപടികൾ, അതിന് മുന്നോടിയായുള്ള സർവ്വമത പ്രാർത്ഥന, ഇതൊക്കെയും അവിടെ പുരോഗമിക്കുന്നു. വിജിൻ വായാന്തോട് ഈ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്.